ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ ഇങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെ ഇതാണ് ചോദിക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ ഗൗരവമുള്ള കാര്യമായിരിക്കും. ഞാൻ ഇതുമാതിരി ഒരു 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 സംഭാഷണത്തിൽ സിനിമ സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ മോഹൻലാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നാണ് എങ്ങനെയൊക്കെ. അതൊരു തമാശയായിട്ടല്ല, പിന്നെ ഗൗരവത്തിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോഹൻലാലിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നൊരു നടനാണ്. മോഹൻലാൽ നല്ല നടനാണ്. പിന്നെ കുറേ കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്, കുറേ ബിസിനസ്സുകളുണ്ട്. ശരിക്കും ഇപ്പോൾ സംവിധായകനായി, എഴുത്തുകാരനായി. എഴുതുമ്പോൾ മോഹൻലാൽ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വാക്കും അതിൽ കടന്നുകൂടിയിട്ടില്ല എന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നും. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും അത്. കൊച്ചു കൊച്ചു വാചകങ്ങളിലൂടെ കുറിക്കൊള്ളുന്ന രീതിയിൽ, തമാശയാണെങ്കിൽ തമാശ, സീരിയസ് ആണെങ്കിൽ സീരിയസ്, ആ രീതിയിലാണ് അദ്ദേഹം. അതിൽ തന്നെ തത്വചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ തത്വചിന്തകൾ കടന്നുകൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, അത് ഓഷോയുടെ കൃതികൾ വായിച്ചിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഓഷോയുടെ കൃതികൾ വായിക്കുക മാത്രമല്ല, ഓഷോയെ നേരിൽ കണ്ടിട്ടുണ്ട്, ഓഷോയുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓഷോയെ അന്ധമായിട്ടും മോഹൻലാൽ വിശ്വസിച്ചിട്ടില്ല. ആ ഓഷോയിൽ നിന്ന് തനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, തൻ്റെ മാർഗത്തിലേക്ക് ഉള്ള യാത്രക്കിടയിൽ സുഖമായി പോകാനും ചില അപകടങ്ങൾ പതിയിരിക്കുമ്പോൾ ആ അപകടങ്ങളിൽ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഓഷോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഷോ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മാന്യ വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ ഞാൻ തന്നെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ പോകാറുണ്ടല്ലോ, അവരെ ഭക്തയാണല്ലോ, അവർ നിങ്ങൾ അന്ധമായിട്ട് ആരാധിക്കുകയാണോ? അപ്പോഴും ലാൽ പറഞ്ഞിങ്ങനെ, ഞാൻ അവരെയും അന്ധമായിട്ട് ആരാധിക്കുന്നില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അവരെ കാണുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ, അവരുടെ സാമീപ്യം നമുക്കൊരു നന്മ ഫീൽ ചെയ്യുമെങ്കിൽ, നമ്മൾ ടെൻഷൻ നിൽക്കുമ്പോൾ ആ ടെൻഷൻ ഇല്ലാതാക്കുമെങ്കിൽ, അവരുടെ വാക്കുകൾ നമുക്കൊരു വേദവാക്യമായെങ്കിൽ നമ്മൾ എന്തിനു സ്വീകരിക്കാതിരിക്കണം? അപ്പോൾ ഞാൻ ആ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ അമൃതാനന്ദമയിയുടെ അടിമയാണെന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ലാലിൽ തിരിച്ചു ചോദിച്ചു, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ പാർട്ടി പ്രവർത്തനമായിരിക്കാം, പാർട്ടി മെമ്പർഷിപ്പ് എടുക്കേണ്ടതായിരിക്കാം, നിങ്ങൾക്ക് മാർക്സിസം ലെനിസം നിങ്ങൾക്ക് അടിമത്തം പോലെ ആയിരിക്കാം. പക്ഷെ ഞാൻ കാൾ മാർക്സിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. കാൾ മാർക്സ് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ട് ഞാൻ CPI-കാരനാണെന്നോ CPM-കാരനാണെന്നോ അല്ല ലോക കമ്മ്യൂണിസ്റ്റുകാരാണെന്നോ അല്ലെങ്കിൽ മാർക്സിൻ്റെ അന്ധമായ വിശ്വാസക്കാരാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. എനിക്ക് ആരിൽ നിന്നാണോ ഗുണകരമായ വാക്കുകൾ, സ്നേഹങ്ങൾ, ലാളനകൾ, മുന്നോട്ടുള്ള യാത്രയിൽ സഹായാവുന്ന രീതിയിൽ എന്തെല്ലാം കിട്ടുന്നുവോ ഞാൻ അവരെയെല്ലാം അവരുടെ എല്ലാം സ്വാധീനത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷെ ഒരു കാര്യത്തിലും ഞാൻ അന്ധമായിട്ട് ആരെയും വിശ്വസിച്ചിട്ടില്ല, അന്ധമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നാലോചിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കാൻ ചെല്ലും, അന്ധമായി വിശ്വസിക്കുന്ന എൻ്റെ ഫലമല്ലേ നിങ്ങൾ തല്ലിപ്പൊളി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്? ഒരു നടനും തല്ലിപ്പൊളി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. കാരണം അവനോട് പറയുമ്പോൾ, കഥ പറയുമ്പോൾ നല്ല റോളായിരിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ജോൺ പോൾ എന്നുള്ള തിരക്കഥാകൃത്തുണ്ടായിരുന്നുള്ളത്, അദ്ദേഹം കഥ പറയാൻ ഇത്രയും മനോഹരമായി കഥ പറയാൻ മിടുക്കനാണ്. ആ കഥ പറയുമ്പോൾ കഥാപാത്രം പറയാൻ നമ്മൾ ഇങ്ങനെ ലയിച്ചിരുന്നിട്ട് കഥ ഇൻ്റർവ്യൂവിലാവണതിന് മുമ്പ് പറയും, ഡേറ്റ് കൊടുക്കും. അത്രയും മനോഹരമായിട്ട് കഥ പറയാനുള്ള മിടുക്ക് ജോൺ പോളിനുണ്ട്. പക്ഷെ ആ ജോൺ പോൾ സിനിമ ചെയ്തപ്പോൾ, എഴുതിയപ്പോൾ പരാജയപ്പെട്ട സിനിമകളുണ്ടായിട്ടില്ലേ? അപ്പോൾ കഥ പറയുന്നൊരു മിടുക്കാണ്. ചിലരുണ്ട് കഥ പറയുമ്പോൾ പറയാൻ അറിയില്ല, കഥ പറച്ചിൽ കേട്ടാൽ ഡേറ്റ് കൊടുക്കാനും തോന്നുന്നില്ല. പക്ഷെ അവർ എഴുതി വയ്ക്കുന്ന സാധനങ്ങൾ, അവരെടുക്കുന്ന സിനിമകൾ കാണുമ്പോൾ നമ്മൾ അത് വളരെ വ്യത്യസ്തമായിരിക്കും ആലോചിക്കണം. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം എടുക്കുക. മമ്മൂട്ടി വളരെ ബുദ്ധിമാനാണ്, എല്ലാ കാര്യങ്ങളും ആലോചിച്ചേ ചെയ്യാറുള്ളൂ. മോഹൻലാൽ അങ്ങനെയല്ല. ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തി, അത് കഴിഞ്ഞ് പോയി, പിന്നെ ആ സിനിമയായിട്ടൊരു ബന്ധവുമില്ല. നിങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ലാലിനെ വേണമെങ്കിൽ വിളിക്കാം. ആ സിനിമ കഴിഞ്ഞ് ആ സിനിമ പരാജയപ്പെട്ടിട്ട് വിളിക്കുകയാണ്, ആ സിനിമയെക്കുറിച്ച് നമുക്ക് കുറേയും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നൊക്കെ പറയുകയാണെങ്കിൽ ലാൽ പറയും. അത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അല്ല ചെയ്യേണ്ടുന്നത്. നിങ്ങൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുക, രണ്ട് കാര്യങ്ങൾ ആലോചിക്കണം.
ഈ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ? ഈ സിനിമ പ്രൊഡ്യൂസർക്ക് കലയും കച്ചവടവും എന്ന നിലയ്ക്ക് ലാഭമുണ്ടാക്കുമോ? ലാഭം കിട്ടിയില്ലെങ്കിൽ മുതലെങ്കിലും ലഭിക്കുമോ? ഈ രണ്ട് മിനിമം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരു സിനിമ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് സിനിമ ചെയ്താൽ സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, സിനിമയെക്കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങളൊക്കെ ഇല്ലാതായിരിക്കും. അവിടെ നടൻ കുറ്റക്കാരനല്ല. ഞാൻ എൻ്റെ റോളിനെ കുറ്റപ്പെടാൻ സമ്മതിക്കില്ല. എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ മാത്രമാണ് അതിൽ അഭിനേതാവെങ്കിൽ എനിക്ക് ചെയ്യാം. ഞാൻ മാത്രമല്ല, ഒരു ടീം വർക്കാണ് സിനിമ. ആ ടീം വർക്കായ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടുത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ടാണ് പലരും, നമ്മൾ നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ, പല നല്ല പ്രൊഡ്യൂസേഴ്സും അവർ ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരുമിച്ചുണ്ടാകുമായി ആലോചിക്കണം. എന്നാൽ ഇടക്കാലത്ത് കുറേ പ്രൊഡ്യൂസർമാർ വന്നു. അവർ സിനിമയെടുക്കാനുള്ള മോഹം എന്ന് പറഞ്ഞാൽ ഇന്ന നടനെ വെച്ച് സിനിമ എടുക്കണ മോഹം, പിന്നെ സിനിമയ്ക്കുള്ളിലെ പല മോഹങ്ങളും, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അവർ വന്നാലോ അവരൊരിക്കലും ഈ സിനിമയുടെ കൂടെ നിന്നിട്ടില്ല. ആ സിനിമയെല്ലാം മറ്റുള്ളവർ വിട്ടുകൊടുക്കുകയാണത്. അതായത് ക്യാഷും മറ്റും ഏൽപ്പിച്ചുകൊണ്ട് ആ സിനിമ പൂർത്തിയാക്കാൻ പറഞ്ഞ് അവർ സ്ഥലം വിടുന്നു. അവർ അമേരിക്കയിലായിരിക്കാം, ഗൾഫ് രാജ്യങ്ങളിലായിരിക്കാം, മറ്റു വിദേശ രാജ്യങ്ങളിലായിരിക്കാം. അവർ പോകുന്നു, പിന്നെ സിനിമ കഴിയാറാകുമ്പോൾ വരുന്നു എന്ന് ആലോചിക്കണം. അത് സിനിമയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അനുദിനമുണ്ടാകുന്ന ഷൂട്ടിങ്ങുകൾ, ഷൂട്ടിൻ്റെ കുഴപ്പങ്ങൾ, ഷൂട്ടിങ്ങിൻ്റെ നന്മകൾ, എത്ര ദിവസമെടുത്തു, ഇനി എത്ര ദിവസം ചെയ്യേണ്ടി വരും, ബഡ്ജറ്റ് പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ കുറവായിരിക്കുമോ അത് കൂടുതലായിരിക്കണോ, കൂടുതലാണെങ്കിൽ എത്ര, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആരും ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ചർച്ച ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയ ഒരു സിനിമയെക്കുറിച്ച് ആ ഒരു ജാതകം വീണ്ടും എഴുതാൻ ശ്രമിക്കുന്നു മണ്ടത്തരമാണെന്നാണ് ലാൽ പലപ്പോഴും പറയാറുള്ളത്. ലാൽ പറഞ്ഞു, ഞാനും പല അടുപ്പമുള്ള, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറേ പേരുടെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമകളൊന്നും പരാജയമായിരുന്നില്ല. കാരണം എന്താ? അവർക്ക് സിനിമ ചെയ്യാനറിയാം. സിനിമ ചെയ്യാനറിയാമെന്ന് പറഞ്ഞാൽ അതൊരു മുടക്ക് മുതലാണ്, അതൊരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടണമെന്നില്ല. ലാഭം കിട്ടിയില്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഉൽപ്പന്നം നല്ലതാണ് എന്ന് പറയിക്കണമല്ലേ. കാരണം ഇന്ന് വിറ്റ് തീരേണ്ട സാധനങ്ങൾ ഇന്ന് വിറ്റ് തീർക്കണം. നാളേക്ക് വെച്ചാൽ കേടുപോകുമെങ്കിൽ അത് നാളേക്ക് വെച്ചാൽ കേടുപാടുകൾ സംഭവിക്കും, ചീഞ്ഞു പോകുമെന്നുള്ള ബോധമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ വിറ്റഴിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇന്ന് വിൽക്കാവുന്ന സാധനങ്ങളെ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് സിനിമയുടെ, നമ്മൾ എത്ര കോടി വരുന്നു, എത്ര ലക്ഷങ്ങൾ വരുന്നു, കുറയ്ക്കണോ കൂട്ടണോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഒരു 25 കോടി എടുക്കാൻ തീരുമാനിച്ച സിനിമയ്ക്ക് 50 കോടി വന്നാൽ അത് നിങ്ങളുടെ തെറ്റാണെന്ന് ആലോചിക്കണം. 50 കോടി വിചാരിച്ച് നിങ്ങൾ 45 കോടിയിൽ ആ സിനിമ തീർക്കുകയാണ് നിങ്ങളൊരു ബിസിനസ് മാൻ എന്ന് പറയാൻ പറ്റും. കാരണം കൂടെ നിൽക്കണം നമ്മൾ. നഷ്ടത്തിൻ്റെ പ്രശ്നമല്ല, ചില നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നല്ല കലാസൃഷ്ടികൾ ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ ലാൽ പിന്നെയും പറഞ്ഞു, ഞാൻ കുറേ പെയിൻറ്റിങ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്സിന് ഞാൻ വലിയ വില കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലാഭങ്ങളില്ല, നഷ്ടങ്ങളുണ്ട്. കാരണം ഈ നഷ്ടം വെച്ചാൽ ഞാൻ കണങ്ങുന്നു, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഞാൻ വിശ്വോത്തരമായ പെയിൻറ്റിങ്സ് എല്ലാം വാങ്ങി വെച്ചിരിക്കുന്നത്. ചിലർ പറഞ്ഞ് ലാലിന് ഭ്രാന്താണെന്നുള്ളത്. എനിക്ക് ഭ്രാന്ത് തന്നെയാണ്. ആ വിശിഷ്ടമായ ഉത്തമ ലോകോത്തര കലാസൃഷ്ടിയോട് ഉള്ള ബഹുമാനം, അതെനിക്ക് സ്വന്തമാക്കാനുള്ള താല്പര്യം, അങ്ങനെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ലക്ഷങ്ങൾ പോകുമ്പോൾ വേദനിക്കാറില്ല, ദുഃഖപ്പെടാറില്ല. കഥ എൻ്റെ പാഷനാണെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് മറക്കുന്നു, അടുത്ത സിനിമയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവിടേക്ക് എന്നെ വലിച്ചടിക്കരുത്. ഒരു കാര്യം പ്രത്യേകം അടിവരയിട്ട് പറയുള്ളേ, ഞാൻ ആരെയും അന്ധമായി വിശ്വസിക്കുന്നില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, എൻ്റെ രാഷ്ട്രീയം എൻ്റെ മനസ്സിലാണെന്ന് ആലോചിക്കണം. ഞാൻ രാഷ്ട്രീയമുണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ കണ്ണുകൾ കൊണ്ട് ആരെയും കാണാറില്ല. എപ്പോഴും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന പക്ഷക്കാരൻ തന്നെയാണ് നിങ്ങളുടെ മോഹൻലാൽ.